ഞാൻ അങ്ങനെ ഫോൺ വയ്ക്കുന്നതല്ല മുത്തശ്ശി. ഇപ്പോ സസ്പെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഫോൺ സൈലന്റ് ആക്കി വെച്ചു. അത് മാറ്റാൻ പറ്റിയില്ല. അവനെന്തേ ജഗദീഷ്? അവന് നിന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മാവന് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് വിളി വന്നു, അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാ വക്കീലിനെ കാണാൻ പോയത്. മീനാക്ഷിയുടെ മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ മുത്തശ്ശി ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? മുത്തശ്ശി എന്താ ഇങ്ങനെ? എങ്ങനെ? മുത്തശ്ശി വല്ലാതെ മാറിപ്പോയി. അനുഭവങ്ങളല്ലേ മനുഷ്യരെ പലതും പഠിപ്പിക്കുന്നത്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വന്നു. മുത്തശ്ശി മീനാക്ഷിയെ തെറ്റിദ്ധരിക്കുന്നത് മഹാകഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആ വാള് കാണാതെ പോയതിന്റെ പിന്നിൽ മീനാക്ഷിക്ക് യാതൊരു പങ്കുമില്ലെന്ന്. അത് ഞാൻ ഏൽപ്പിച്ചിരുന്നത് അവളെയാ. അവൾക്കതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ എനിക്കത് അംഗീകരിക്കാനാവില്ല. ആ വാള് ചന്ദ്രഗിരി. ചന്ദ്രഗിരി ദേവരാജനോ? അയാൾ ഇവിടുത്തെ വാളുമായിട്ട് എന്താ ബന്ധം? എനിക്കറിയില്ല എന്റെ കാർത്തി. കാട്ടുകരടിക്ക് പേ പിടിച്ച പോലെ അയാൾ ഇവിടെ കിടന്ന് അലറുകയായിരുന്നു. അയാളിതേ നിന്റെ മുത്തച്ഛനെ കോണിപ്പടിയിന്ന് താഴെ തള്ളിയിട്ടു. ദേ അച്ഛന്റെ കൈയും കാലും നടുവൊക്കെ പപ്പട പൊടിയും പോലെ തളർന്നിരിക്ക. വേണ്ടാന്ന് ക്ഷമിക്കും തോറും ഇങ്ങോട്ട് വന്ന് കേറുകയാണല്ലോ. അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേന്ന് കരുതിയാ ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ഇല്ല മുത്തശ്ശി, എന്റെ മുത്തശ്ശന്റെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ വെറുതെ വിടില്ല. ഇവൻ ചെന്ന് അയാളോട്ട് അടിപിടി ഉണ്ടാക്കാനാ ഞാൻ ഈ വേല വെച്ചത്. ഇനി ഇത് ഇവര് കലക്കുമല്ലോ. തോൽക്കും തോറും അവര് മുന്നേറും. അതിനുള്ള അവസരം ഇനി കൊടുക്കരുത്. ഇതിന് പകരം ചോദിച്ചിട്ടാണ് കാര്യം. പോവരുത് അമ്മയെ പറയുന്നത്. എടാ, നിന്നോട് ഞാനില്ലേ പറഞ്ഞത് പോവണ്ടാന്ന്? അവനെ നന്ദിനി വിറപ്പിച്ചാ വിട്ടത്. കൈമളേട്ട് അവന്റെ കരുണത്തൊന്ന് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അത് മതി. ഇനി വന്നാ അപ്പ നോക്കാം നമുക്ക്. സാവിത്രി, കാർത്തിമോനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോ. ചെല്ലടാ.